നമ്മുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പണ്ടുകാലത്ത് കിട്ടുമായിരുന്ന അതേ രുചിയിൽ ഒരു തനി നാടൻ ഉപ്പുമാവ് തയ്യാറാക്കാം. ഇതിനായി 2 ഗ്ലാസ് റവ നന്നായി വറുത്തെടുക്കുക. ഏകദേശം ഗോൾഡൻ കളർ ആകുന്നതുവരെ വറുക്കണം. വറുത്ത റവയാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് ഒന്ന് ചൂടാക്കി എടുക്കുക. ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതിൽ വറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പാകമാകുമ്പോൾ റവയിൽ നിന്നും നല്ല മുരിഞ്ഞ മണം വരുന്നതാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ആണ് റവ വറുക്കേണ്ടത്. ഇപ്പോൾ റവ ഏകദേശം പാകമായിട്ടുണ്ട്. മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിവെച്ച് ഇതേ ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതും തീ കുറച്ചു വച്ചു തന്നെ ചെയ്താൽ മതി. വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ 1/4 ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക. ഉഴുന്ന് ഉപ്പുമാവിന് ഒരു പ്രത്യേക രുചി നൽകും. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് കുറച്ച് കൂടുതലിട്ടാലും പ്രശ്നമൊന്നുമില്ല. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കുറച്ച് വേപ്പില ഇട്ട് കൊടുക്കുക. വേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. വേപ്പിലയിൽ ഇഷ്ടംപോലെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നാണല്ലോ. തീ ഒരൽപ്പം കൂട്ടിവെക്കുക. വേപ്പില ഒരിഞ്ഞൊഴിഞ്ഞാൽ ഇതിലേക്ക് 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ കല്ലുപ്പ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം തിളച്ചു വരട്ടെ. ഒരു മീഡിയം സൈസ് സവാള, 2 വലിയ പച്ചമുളക്, ഇത് വട്ടത്തിൽ അരിയണം. ഏകദേശം 1 ഇഞ്ച് നീളമുള്ള 1 കഷണം ഇഞ്ചി എന്നിവ ചെറുതായി അരിഞ്ഞു വയ്ക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചു വരുന്നുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വച്ച ഇഞ്ചി, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. വെള്ളം തിളച്ചു തുടങ്ങിയാൽ അരിഞ്ഞു വച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. തീ മീഡിയം ലെവലിൽ തന്നെ മതി. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് മറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് വറുത്തു വച്ച റവ ചേർത്ത് കൊടുക്കാം. ഏകദേശം 2 ഗ്ലാസ് റവയാണ് ഉള്ളത്. നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് വെള്ളം പോരാ എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എനിക്ക് ഇത് കൃത്യമായ അളവിൽ ആണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തനി നാടൻ രുചിയിലുള്ള നല്ല കൃത്യമായ പാകത്തിലുള്ള ഉപ്പുമാവ് തയ്യാറായി. ഈ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കിയാൽ എല്ലാ ചേരുവകളുടെയും രുചിയും മണവും നല്ല പോലെ റവയിൽ ചേർന്ന് വന്നിട്ടുള്ള നല്ല രുചിയോടെയുള്ള ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. ഇന്നു തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കല്ലേ. പണ്ടുകാലത്ത് വീടുകളിൽ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും വേപ്പിലയുടെയും കടുകിൻ്റെയും സവാളയുടെയും തനി രുചിയിൽ ഉണ്ടാക്കിയെടുക്കുന്നവയായിരുന്നു. ഈ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഉണ്ടാക്കുകയാണെങ്കിൽ നൊസ്റ്റാൾജിക് രുചിയിൽ നിങ്ങൾക്ക് ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാം. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ ആയി രേഖപ്പെടുത്തുവാൻ സമയം കണ്ടെത്തുമല്ലോ. നന്ദി, നമസ്കാരം.